മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു സാഗർ ജോലിക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. മാർക്കോ പറഞ്ഞിട്ട് തോമസ് വൈദ്യരുടെ അവിടെ ഡ്രൈവർ പോസ്റ്റിന് പോവുകയാണ്. ആകെ മൊത്തം സംശയമാണ്. ഇനിയിപ്പോൾ കണ്ണേട്ടന് എനിക്ക് അവിടെ ജോലി തരുന്നത് ഇഷ്ടമല്ലായിരിക്കും. നീ പ്രതീക്ഷിക്കേണ്ട, പകുതിയേ ഉള്ളൂ. ചിലപ്പോൾ കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. എന്തായാലും ശരി, അതല്ലെങ്കിൽ വേറെ എന്നിങ്ങനെ പറയണം. അതേസമയം മഞ്ജു പറയുന്നുണ്ട്, സൂക്ഷിക്കണം സാഗറേട്ടനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. കണ്ണേട്ടനും ഏഴത്തിയും ആരുമില്ല എനിക്ക്, അതുകൊണ്ട് സൂക്ഷിക്കണം. സാഗറേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മേഘനാഥൻ തുനിഞ്ഞിരിക്കുന്നത് എന്ന് പറയണം. അതേസമയം സാഗർ പറയുന്നുണ്ട്, ഇല്ല, മാർക്കോ എൻ്റെ പിന്നിലുണ്ട് എന്ന് അവന് പൂർണ്ണമായിട്ടും അറിയും, അതുകൊണ്ട് അവൻ എന്നെ ഒന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം സാഗർ തോമസ് വൈദ്യരുടെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. തോമസ് വൈദ്യർ പറയും, മാർക്കോ വന്ന് പറഞ്ഞത് കാരണം മാത്രമാണ് ഞാൻ നിനക്കിവിടെ ജോലി തരുന്നത്. കണ്ണനും മഹാലക്ഷ്മിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നിൻ്റെ സ്വഭാവം എങ്ങനെയാണോ, കണ്ണൻ്റെ പെങ്ങളെ നീ ഒരിക്കലും കരയിപ്പിക്കരുത്. ഇതുവരെ ചെയ്തത് എന്താണെങ്കിലും ശരി, അത് നീ മറന്നു കളയണം. ആ പെൺകുട്ടിയെ കണ്ണീരിലാഴ്ത്താതെ നന്നായി നീ ജീവിപ്പിക്കണം എന്നിങ്ങനെ പറയണം. നീ ജീവിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവർ ശരിയാവോടോ, അത്രയ്ക്കേ ഉള്ളൂ. ഏതായാലും കണ്ണനെ നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. കണ്ണൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് എന്ന് പറയാണ്. അതിനുശേഷം അതാ വണ്ടിയുണ്ട്, നീ ഇനി മുതൽ അതിൽ ജോലി ചെയ്തോളൂ. മാർക്കോ പറഞ്ഞത് കാരണം എനിക്ക് ഒഴിവാകാൻ പറ്റില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതേസമയം മാർക്കോയും ലോപ്പസും കൂടി പറയുകയാണ്, സാഗർ എന്തായാലും ജോലിക്ക് പോയിട്ടുണ്ടാകും, മഞ്ജു അവിടെ തനിയാണ്. ലോപ്പസെ, നീയൊന്ന് ഇടയ്ക്ക് പോയി സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണം. കാരണം എന്താണെന്നറിയോ, അവൻ എന്തെങ്കിലും ചെയ്യും. അവന് കണ്ണൻ്റെ സ്വത്തിന് മാത്രമേ ആഗ്രഹമുള്ളൂ, അതുകൊണ്ട് അവൻ സാഗറിനെ എന്തെങ്കിലും ചെയ്യും എന്നിങ്ങനെ പറയും. അവൻ സാഗറിനെ ഒന്നും അല്ല ചെയ്യുക, അവൻ നിന്നെ ആയിരിക്കും ചെയ്യുക എന്നിങ്ങനെ പറയും. എന്നെ ഒന്നും ചെയ്യില്ല, ആര് വിചാരിച്ചിട്ടും ഒരു കാര്യവും നടക്കില്ല. അത് എൻ്റെ അമ്മയില്ലേ, ആ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ശത്രുക്കളുണ്ടെങ്കിലും എൻ്റെ ആയുസ്സിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ലോപ്പസ് ചോദിക്കണം, എന്നാൽ ആ അമ്മയെ എനിക്കൊന്ന് കാണിച്ചു തന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആ അമ്മയെ നിന്നെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ അമ്മ പോയി കളയും. ആ അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്, അത്രയും നല്ലൊരു അമ്മയാണ്, അത് എനിക്ക് മാത്രം ഉള്ളതാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സാഗർ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കിയതും മഹാലക്ഷ്മിയും കണ്ണനും കൂടി വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ സാഗറിന് ഒരു സന്തോഷം തോന്നുകയാണ്. വണ്ടി സ്റ്റാർട്ടാക്കിയതും അവരെയാണല്ലോ കണ്ടത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ സാഗർ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സാഗറെ കണ്ടതും രണ്ടു പേർക്കും ദേഷ്യം വരികയാണ് കേട്ടോ. മാർക്കോ പറഞ്ഞിട്ടാണ് എനിക്കിവിടെ ഡ്രൈവർ പോസ്റ്റ് കിട്ടിയത് എന്നിങ്ങനെ പറയുകയാണ്, ഞാനിപ്പോൾ ഇവിടെ ജോലിക്ക് കയറി എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയുമോ, മാർക്കോ നിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ അവളെ കരയിച്ചു കഴിഞ്ഞാൽ ഇനി ഞാനായ ആങ്ങളെയല്ല ചോദിക്കുക, ഇനി മാർക്കോയാണ് ചോദിക്കുക എന്നിങ്ങനെ പറയട്ടോ. ഇതേ ചതിയും വഞ്ചനയുള്ള സ്ഥലമല്ല, ഇതൊരു നല്ല സ്ഥാപനമാണ് എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. അവരെന്ത് പറഞ്ഞാലും ഒന്നും സാഗർ പറയുന്നില്ല കേട്ടോ. അതിനുശേഷം അവർ പോവുകയാണ്. പിന്നീട് നമുക്ക് കാണിക്കുന്നത് വൈദ്യരിങ്ങനെ കണ്ണനെ ഒഴിയാണ് കേട്ടോ. ഒഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അവൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, നിനക്ക് പറ്റിയെങ്കിൽ മാത്രം നീ അവരെ സ്വീകരിച്ചാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് എന്തോ അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സാറേ എന്നിങ്ങനെ കണ്ണൻ പറയണേ. എങ്കിൽ വേണ്ട, അവരെ ഒഴിവാക്കിക്കോ, മാർക്കോ പറഞ്ഞത് കാരണം മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ കാലൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ജോലിക്കാരൻ പറഞ്ഞിട്ട്, കാലിനിപ്പോൾ നല്ല സ്പർശന ശക്തി ഉണ്ട് എന്നിങ്ങനെ പറയാണ്. ഞാൻ ഡോക്ടറോട് വിളിച്ച് പറഞ്ഞിരുന്നില്ലേ, എനിക്ക് ഒരുപാട് മാറ്റമുണ്ട് എന്ന് പറഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ മണ്ഡലകാലം കഴിയുന്നതിന് മുമ്പ് നിൻ്റെ അച്ഛൻ മരിച്ചില്ലേ, അച്ഛനും അമ്മയും മരിച്ചില്ലേ, ആ സമയമാകുമ്പോഴേക്കും നീ ഏതായാലും എണിച്ച് നടക്കും കണ്ണ, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണനാകെ ഒരു സന്തോഷം വരികയാണ് കേട്ടോ.